അല്ല സുരേട്ടന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അറിഞ്ഞീനോ? എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്നേ നമുക്ക് കണ്ടപ്പം തോന്നിക്ക്. പക്ഷെ ഞങ്ങൾ എത്ര ചോദിച്ചിട്ട് മൂപ്പര് പറയുന്നില്ല. അത് ശരി. അതായത് മൂപ്പര് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അത് ബാധ്യത കൂടിയപ്പോ കട വിൽക്കാൻ വെച്ചാണ്. ആ അങ്ങനല്ലേ കാര്യങ്ങള്. അതെ, എന്നാ ശരി, എന്നായിക്കോട്ടെ. സുരേട്ട എത്ര ക്യാഷ് എത്ര നമ്മളിപ്പോ എന്താ ചെയ്യാന്? ആ ഒരു കാര്യം ചെയ്യ്, നമ്മൾ നേരിട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ, ഓക്കെ. എന്താ രാവിലെ തന്നെ ഫോണിലാണല്ലോ? നമ്മളെ ചാക്കടയിലെ സുരേട്ടന്റെ കാര്യം മൂപ്പരെങ്ങനാ സഹായിക്കണ്ടെന്നുള്ളൊരു കുറ്റമില്ല. ഒരു ഐഡിയ ഉണ്ടായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിലേ നല്ലൊരു ഐഡിയ ആണ്, ഞാൻ പറഞ്ഞുതരാം. എന്താ ഐഡിയ നീ പറയ്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാം. ഫേസ്ബുക്കിൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നൊരു സംഭവമുണ്ട്, ഒരു ക്യാമ്പയിന്. അപ്പോൾ സുരേട്ടൻ നിന്ന് ഒരുപാട് മുപ്പര് കുറേ കാലമായില്ല അവിടെ കച്ചവടം. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് നാട്ടുകാർ ചായ കുടിക്കുകയും മുപ്പര് അത്രയും ബന്ധമുള്ളതാണ്. അപ്പം എന്ത് ചെയ്യുക, സുരേട്ടൻ സേവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ഫേസ്ബുക്ക് ക്യാമ്പയിൻ വെക്കുക. അപ്പോൾ അതിലൂടെ എന്താക്കുന്നറിയാമോ, ആളുകൾ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താക്കുക, മൂപ്പരെ കടം വീട്ടിയിട്ട് മൂപ്പര ആ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അത് നല്ലൊരു ഐഡിയ ആണ്. എന്തായാലും വേണ്ടില്ല, മൂപ്പര ആ കടബാധ്യതയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണം. എന്തായാലും ഇത് ഞാൻ റഷീദുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അല്ലടോ, നമ്മളെ സുരേട്ടൻ്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ എവിടെ എത്തിക്ക്? അത് നമ്മൾ അഭിനയിപ്പിച്ചല്ലേ, ഓനൊരു ഭയങ്കര വിദഗ്ധനല്ലേ. എന്തായാലും ഓനിപ്പം കൂടി വരാൻ നിൽക്കും, നമുക്ക് ഓനോട് നേരിട്ട് ചോദിക്കാം.